പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹീതമായ ഈ സമയം കർത്തൃസന്നിധിയിലായിരിക്കാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും തന്ന ഈ വലിയ സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമാണ്. സംഭവലവുമായ അനേകം കാര്യങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിൽ തന്നെ പലരുടെ ജീവിതവും സന്തോഷകരമല്ല എന്ന് മാത്രമല്ല, സങ്കടം നിറഞ്ഞതും ആവലാതി നിറഞ്ഞതും മാത്രമല്ല, മാനസികമായി വ്യഥയനുഭവിക്കുന്നതുമായ സംഗതികളാണ്. അതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ചില കുടുംബങ്ങളിൽ അവരുടെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഉള്ളതായ വേദനയാണ്. ചില മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ച് ഒത്തിരി സങ്കടകരമായ അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒത്തിരി വേദന നിറയുന്ന അനുഭവങ്ങൾ പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, ഓരോരോ ധ്യാനാനുഭവത്തിന് നടുവിലും ധ്യാനപ്രസംഗത്തിന് ശേഷവുമൊക്കെയും സംസാരിക്കുവാനായിട്ട് കടന്നു വരുന്നവർ ഒത്തിരി പേര് പറയുന്ന ഒരു വിഷയമാണ് തങ്ങളുടെ മക്കളുടെ ജീവിതത്തെക്കുറിച്ച്. ദൈവഭയമില്ലാതെ, ദൈവബന്ധത്തിലല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മാറി മാറി പോകുന്ന ഒരു ശീലമുണ്ട്. അത് കണ്ടിട്ട് പല മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്നില്ല, തടുക്കാൻ നോക്കിയിട്ട് നിൽക്കുന്നുമില്ല. അപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മുഴങ്കാലുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പുരോഹിതന്മാരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അതപ്രകാരം സംഭവിക്കുന്നത്? ശുദ്ധമുള്ള പൗലോസ്ലീഹ തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം ഇപ്രകാരമാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. നിൻ്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിൻ്റെ വലിയമ്മയായ ലോവേസിനും അമ്മയായ യൂനിക്കയിലും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. തിമോത്തിയോസ് ആരാണെന്ന് നമുക്കറിയാം. പൗലോസ്ലീഹായുടെ ശിഷ്യനും കൂട്ടുവേലക്കാരനുമാണ്. എന്നാൽ തിമോത്തിയോസിനെ കുറിച്ച് 2-ാം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്, അവിടെ പൗലോസ് ശ്രേഷ്ഠപുത്രനായ തീമോത്തിയോസ് എന്ന, വിശ്വാസത്തിൽ നിജപുത്രനായ തീമോത്തിയോസ് എന്ന് 1-ാമത്തെ ലേഖനത്തിൽ പറയുമ്പോൾ, 2-ാമത്തെ ലേഖനത്തിലേക്ക് വന്നപ്പോഴേക്കും തീമോത്തിയോസിനെ കുറിച്ച് പറയുന്നത് എൻ്റെ പ്രിയ മകനെന്നാണ്. ഈ രണ്ടും ഒന്ന് തന്നെ. വിശ്വാസത്തിൻ്റെ വഴിയിൽ മകനായി നിൽക്കുന്ന, വിശ്വാസത്തിൻ്റെ വഴിയിൽ മകനെന്ന പോലെ നിൽക്കുന്ന തീമോത്തിയോസിനോടുള്ള ആ ഗുരുവരനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ സ്നേഹം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ തീമോത്തിയോസിനെ കുറിച്ചാണ് പൗലോസ്ലീഹ സംസാരിച്ചു പോകുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കാൻ നമുക്ക് സാധിക്കും. രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനയുടെ വേളകളിൽ ഞാൻ നിന്നെ സ്മരിക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥനയുടെ സമയത്തും തന്നെ സ്മരിക്കുന്ന ഒരു ഗുരുനാഥനുണ്ട് എന്ന് തീമോത്തിയോസിന് സന്തോഷകരമായ വിധത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത്, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവിടെ തീമോത്തിയോസിന് പ്രാർത്ഥിക്കാൻ ഒരു ഗുരുശ്രേഷ്ഠനുണ്ട്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ. ആ പൗലോസ്ലീഹയാണ് തീമോത്തിയോസിനെക്കുറിച്ച്
ഇങ്ങനെ പറയുന്നത്, നിൻ്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. പൗലോസ് കാണുകയാണ് തൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന, മകനെപ്പോലെ കാണുന്ന പ്രിയ ശിഷ്യനായിരിക്കുന്ന തീമോത്തിയോസിൻ്റെ നിർവ്യാജ വിശ്വാസം, കറ കൂടാതെയുള്ള വിശ്വാസം. അത് മനസ്സിലാക്കിയിട്ട് നല്ല ആനന്ദത്തോടെ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ആ സാക്ഷ്യത്തിന് കാരണവും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നിൻ്റെ വലിയമ്മയായ ലോവീസ്, മാത്രമല്ല ആ ലോവീസിൻ്റെ മകളും നിൻ്റെ അമ്മയുമായിരുന്ന യൂനിക്കയിലും ഉണ്ടായിരുന്ന അതേ വിശ്വാസമാണ് ഇന്ന് നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മകനിലേക്ക് പകരപ്പെടുകയാണ്. അതാണ് പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് അത് മക്കളിൽ ഒത്തിരി സ്വാധീനമുണ്ടാക്കും, അവരുടെ ജീവിതത്തെ ഒത്തിരി ക്രമീകരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലെ തലമുറയിൽ ആ വിശ്വാസം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. പലർക്കും ഇതൊന്നും കുറച്ച് വ്യക്തതയില്ല. ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് ബോധ്യമില്ല. താന്താങ്ങൾക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ പള്ളിയിലോ ആരാധനയിലോ വചനപ്രഘോഷത്തിൻ്റെ വഴിയിലൊക്കെയോ സമയം കിട്ടിയാലോ മറ്റൊന്ന് പോയി നിന്നിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിലെത്രത്തോളം വിശ്വാസത്തിൻ്റെ വഴി ഇത് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിച്ചു നോക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കാരാഗൃഹപ്രമാണിയോട് പറഞ്ഞതുപോലെ അതേ വചനം ഇന്നൊത്തിരിയുടെ നടുവിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഹൃദയത്തോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ നിന്ന് പലരും വ്യതിചലിച്ച് മാറിപ്പോവുകയാണ്. പലർക്കും കർത്താവിൻ്റെ വഴി പരിചിതമല്ല, കർത്താവിൻ്റെ വചനങ്ങൾ പരിചിതമല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ പരിചിതമല്ല. അതിനെ തെറ്റിയൊഴിഞ്ഞു പോകുവാൻ എന്താണ് വഴിയെന്ന് പരക്കം പാഞ്ഞ് ആലോചിച്ചു കൊണ്ടുപോകുന്ന യുവതലമുറയാണ് നമുക്ക് ചുറ്റും കാണുവാനുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, എവിടെയാണ് ഈ ശോഷണം സംഭവിക്കുന്നത്? ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പാപവുമേക്കാത്ത വിധത്തിലാണ് കടന്നു വരുന്നത്. എന്നാൽ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ജന്മപാപം എന്ന് പറയുന്നത് മാമോദീസായിലൂടെ കഴുകിക്കളഞ്ഞ് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിരിക്കുന്ന ആ കുഞ്ഞ് വളർന്ന് കടന്നു വരുമ്പോൾ 10, 11, 12 വയസ്സ് കഴിയുമ്പോഴേക്കും പലപ്പോഴും മാതാപിതാക്കന്മാരുടെ മനസ്സിന് സങ്കടം വരുന്ന വിധത്തിൽ മാറിപ്പോവുകയാണ്. ചിലരെ വിളിച്ചാൽ നിൽക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് കൂടത്തില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ മാതാപിതാക്കന്മാർ സങ്കടം പറയുമ്പോൾ ഓർക്കുക, എവിടെയാണ് നമുക്ക് പിഴച്ചത്, എവിടെയാണ് നമുക്ക് ദോഷം സംഭവിച്ചത്? പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ ജന്മം തുടങ്ങി ദൈവബന്ധത്തിലേക്ക് അതിനെ ചേർത്ത് നിർത്തുവാൻ പലർക്കും സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സാഹചര്യത്തിൻ്റെ അനുഭവത്തിൽ ഒരു ദൈവീക ബന്ധത്തിലോ ദൈവീക വിചാരത്തിലോ തന്നെയോ ആകണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ സൃഷ്ടി നടന്നത്. ഒരു പരിധിവരെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കാലങ്ങൾ മുഴുവൻ അമ്മ കാണുകയും കേൾക്കുകയും ചെയ്ത പല സംഗതികളും ഈ കുഞ്ഞിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കന്യാമറിയാം ഗർഭം ധരിച്ചു. തൻ്റെ ചർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അതിനും 6 മാസം മുമ്പ് ഗർഭവതിയായിരിക്കുന്ന എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന പ്രജ തുള്ളിച്ചാടിയെന്ന്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ ആ ആഗമനം അല്ലെങ്കിൽ കർത്താവിനെ ഉദരത്തിൽ സ്വീകരിച്ച കന്യാമറിയത്തിൻ്റെ ആ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് തുള്ളിച്ചാടി എന്നാണെങ്കിൽ, പ്രിയമുള്ളവരെ ഓർക്കുക, ഈ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അനുഭവിച്ചറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനോ ഒരു പരിധിവരെ ഈ കുഞ്ഞുങ്ങൾക്കും സാധിച്ചേക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, ഈ കുഞ്ഞിൻ്റെ ജനനം മുതൽ
ഈ മാതാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, വിശുദ്ധ ആരാധനയുടെ ബന്ധത്തിൽ, പ്രാർത്ഥനയുടെ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കുഞ്ഞിനെ അത് സ്വാധീനിക്കും. എന്നാൽ അതല്ല, ഗർഭവതിയായ കാലം മുതൽ പ്രാർത്ഥനയിൽ നിന്നകന്ന് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ട് പറഞ്ഞ് വീട്ടിലിരുന്ന് ടി വിയിലോ മൊബൈൽ ഫോണിലോ അഭയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അതൊരു പക്ഷേ അത് കുഞ്ഞിനെ സ്വാധീനിച്ചേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, എന്തായാലും ദൈവബന്ധത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്ന് നമുക്കറിയാം. ദൈവബന്ധത്തിലായിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്നറിയാം. പഴയ തലമുറയിൽപ്പെട്ടവർക്ക് കാണാൻ സാധിക്കുന്ന പലതും, ദൈവ വഴിയിലേക്ക് ആകേണ്ടതിന് കാണാൻ സാധിച്ച പലതും പുതുതലമുറയ്ക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്, ഒരു കാലം ഒരു ഭവനത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ കടന്നു പോകുവാനായിട്ട് സാധിച്ചു. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആ ഭവനത്തിൽ, ഒത്തിരി മക്കളുള്ളതായ ആ ഭവനത്തിൽ അന്തി ഉറങ്ങേണ്ടി വന്ന ആ ദിവസം, ഒരു 10 വയസ്സുകാരൻ്റെ ആ രാത്രി ഉറക്കത്തിങ്കൽ ഏതോ ഒരു യാമത്തിലൊന്ന് കണ്ണു തുറന്നു. ഏത് സമയമെന്നറിയത്തില്ല. ഈ കാലം പോലെ കറണ്ടോ അല്ലെങ്കിൽ വെട്ടമോ വെളിച്ചമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം. എന്നാൽ ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് രാത്രിയുടെ ഏതോ യാമത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവൻ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കിടക്കുന്ന മുറിയുടെ ഒരു മൂലയിലൊരു പ്രകാശം കണ്ടു. ഒരു പ്രകാശം കണ്ട് എന്തെന്നറിയുവാനായിട്ട് ഒന്ന് ചെവി വട്ടം പിടിച്ച് നോക്കുമ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നു, എന്തോ ചെറിയ മർമ്മരം പോലെ, ഒരു സംസാരം പോലെ ഒന്ന് കേൾക്കാം. പതുക്കെ കണ്ണ് തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നിട്ട് ഇരുട്ടിലൂടെ വെട്ടം കാണുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ പ്രിയപ്പെട്ട മകൻ ഒരു കാഴ്ച കണ്ടു. രാത്രിയുടെ ഏതോ യാമം അതറിഞ്ഞൂടാ, ഏത് സമയം അതറിഞ്ഞൂടാ. ഇന്നത്തെ പോലെ നമുക്ക് അലാറം വെച്ചെഴുന്നേക്കാൻ സാഹചര്യമില്ല. പ്രകൃതിയുടെ ക്രമീകരണമനുസരിച്ച് ഒരു പക്ഷേ കോഴി കൂകുന്ന നേരമായേക്കാം. പക്ഷേ ആ പ്രിയപ്പെട്ടവൻ കാണുന്നത് ആ ഭവനത്തിൻ്റെ മൂലയിൽ, ആ ഭവനത്തിലെ ഗൃഹനാഥൻ, ഒരു വല്യപ്പച്ചൻ, അന്ത്യവരെ സന്ധ്യ വരെ പണി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വന്ന് അത്താഴം കഴിഞ്ഞ് കിടക്കുന്നത് കണ്ട ആ വല്യപ്പച്ചൻ രാത്രിയുടെ ഏതോ യാമത്തിൽ എഴുന്നേറ്റിരുന്ന് പിന്നീട് കണ്ടതാണ് പുറന്തട്ട കീറിപ്പോയ ആ പുക പിടിച്ച് ചുവന്നു പോയ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഒരു ഓട്ടുവിളക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് പാതിര നമസ്കരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അത് കണ്ടിട്ടില്ല. പിന്നീട് ചെല്ലുന്ന കാലഘട്ടം മുതൽ ആ കാഴ്ച കാണാൻ ആ കുഞ്ഞ് ആഗ്രഹിച്ചു. പലവട്ടവും ഉറങ്ങിപ്പോയെങ്കിലും പലവട്ടവും ആ കുഞ്ഞിനെ അത് കാണുവാനായിട്ട് സാധിച്ചു. കാലം തികഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കാലം നീങ്ങുമ്പോൾ മനസ്സിലാകുന്നു ആ വല്യപ്പച്ചൻ്റെ പാതിരയിലെ പ്രാർത്ഥന ആ കുഞ്ഞിനെ ഒത്തിരി സ്വാധീനിച്ചിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കാഴ്ച കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പാതിരാത്രിയുടെ പ്രാർത്ഥനയുടെ, അല്ലെങ്കിൽ വേണ്ട പാതിരയ്ക്ക് വേണ്ട വലിയൊരു 5 മണിയുടെ നേരത്ത് തൻ്റെ കുഞ്ഞ് പഠിക്കുവാൻ എഴുന്നേൽക്കുന്ന നേരത്ത് അപ്പനും അമ്മയും ഒന്ന് ചേർന്ന് പ്രാർത്ഥനാപായിലിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കാഴ്ചയൊക്കെയും ഈ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ തീമോത്തിയോസിനോട് പറയുന്നു, നിൻ്റെ വലിയമ്മ ലോവീസിനും അമ്മയായ യൂനിക്കയിലും ഉണ്ടായിരുന്ന അതേ വിശ്വാസം ഇപ്പോൾ നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസമാണ് ഈ പൗലോസ്ലീഹയെ സന്തോഷിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യനും ദൈവത്തിൽ വിശ്വസിക്കുന്നത് കാണുമ്പോൾ അവനെ വഴി നടത്തുന്ന, അവന് ഗുരുവായിരിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ജീവിതത്തിൽ ദൈവ വഴി പിൻപറ്റുന്ന ഏതെങ്കിലും തലമുറയുണ്ടെങ്കിൽ അവർക്ക് ശക്തമായി ഒരു ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു പഠിപ്പിക്കലോ ഉണ്ടാകും. ആ അപ്പനും അമ്മയും ആ കുഞ്ഞിന് സാക്ഷ്യം നിൽക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഈ ലോകത്തിലെ പറ്റുമാനങ്ങളുടെ പിന്നാലെ പോയിട്ട് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് തന്നെ ഇടിയും തൊഴിയുമുള്ള സിനിമകൾ കണ്ട് ഇരിക്കുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഒരു പരിധിവരെ ആ കുഞ്ഞ് അതും കണ്ട് സ്വാധീനിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് കുഞ്ഞിന് അനുഗ്രഹത്തിൻ്റെ വഴി കാണുന്നതിലും അധികം ദോഷത്തിൻ്റെ വഴി കാണുവാനായിട്ടാണ് സാധിക്കുന്നത്.
അതുകൊണ്ട് കുഞ്ഞ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ സഞ്ചരിച്ച് പോയാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കാതെ ഇവിടം മുതൽ തന്നെ ദൈവബന്ധത്തിലേക്ക് കുടുംബമായി ചേർന്നു വരുവാൻ തക്കവണ്ണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധി ചെന്ന് മുഴങ്കാൽ മടക്കിയിട്ട്, എൻ്റെ കർത്താവേ, മാതാപിതാക്കളെന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് ചില വീഴ്ച വന്നു, അതിനാലാണോ എൻ്റെ കുഞ്ഞിൻ്റെ വഴിപിഴച്ചുള്ള പോക്കെന്ന് ചിന്തിപ്പാൻ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്ന, മാനസിക സംഘർഷം അനുഭവിക്കുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ, മക്കാബിയുടെ പുസ്തകത്തിൽ ചെല്ലുമ്പോൾ അവിടെ 1-2 കാഴ്ചകൾ നമുക്ക് കാണാം. 2 മക്കാബിയുടെ പുസ്തകത്തിൽ ഒരു അമ്മയും 7 മക്കളും വിശ്വാസത്തിൻ്റെ വഴിയിൽ ഉറച്ച് നിന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം മർത്തശ്മുനി എന്ന് പറയുന്ന ആ അമ്മയെക്കുറിച്ച്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 163 വർഷങ്ങൾ മുൻപാണ് ആ സംഭവം ഉണ്ടാകുന്നത്. യഹൂദ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന രാജാവ് ആ കാലഘട്ടത്തിലെ യഹൂദന്മാരിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ദൈവ വഴിയിൽ നിന്ന് വേർതിരിയുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുവാൻ ഒത്തിരി നിർബന്ധിക്കുകയും ആ കാലഘട്ടത്ത് അശുദ്ധമായിട്ട് കാണപ്പെട്ടിരുന്ന പന്നിമാംസം കഴിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ അതിന് വശംവദരാവാതിരുന്ന ആ അമ്മയെയും ആ 7 മക്കളെയും പിടിച്ചുകൊണ്ടുവന്ന് അവർ നിഷ്ഠൂരം ഉപദ്രവിച്ച് കൊല്ലുന്നത്, പ്രിയമുള്ളവരെ, മക്കാബി ലേഖനത്തിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോരുത്തരായി കൊണ്ടുവന്ന് ഈ എല്ലാവരും കാണുക, അമ്മ കാണുക, മറ്റ് സഹോദരങ്ങൾ കാണുക, ഏറ്റവും മൂത്തവനെ വിളിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് ഈ പന്നിമാംസം നീ ഭക്ഷിക്കൂ, ഭക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിന്നെ കൊല്ലുവാൻ പോകുകയാണെന്ന് ബോധ്യം കൊടുത്തിട്ട് നിർബന്ധിക്കുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അമ്മയും മറ്റ് സഹോദരന്മാരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. എന്തിന്? ഭക്ഷണം കഴിക്കാനല്ല, പിന്നെയോ ആ ഭക്ഷണം കഴിക്കണ്ട, അത് കഴിക്കാതെ മരണപ്പെടുന്നതാണ് നല്ലതെന്ന് ബോധ്യം കൊടുക്കുമാറ്. അത്രയ്ക്കുമുണ്ട് അമ്മയുടെ വിശ്വാസം. 1-ാമത്തെ മകനെ കൊണ്ടെന്ന് തൻ്റെ തലയിലെ തോല് മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ്, ശരീരത്തിലെ തോല് മുഴുവൻ ഉരിഞ്ഞു കഴിഞ്ഞ് ചൂടുപിടിപ്പിച്ച വറചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുന്ന രംഗം കാണുമ്പോൾ അവർ വിചാരിച്ചു അടുത്തവൻ്റെ കാര്യം വരുമ്പോഴേക്കും ഇവർ മടങ്ങി വന്ന് പാപത്തിൻ്റെ വഴിയെ സ്വീകരിച്ചു കൊള്ളുമെന്ന്. 1-ാമത്തവൻ പോയ വഴിയിലൂടെ 2-ാമത്തവനെയും 3-ാമത്തവനെയും 4-ാമത്തവനെയും അല്ലല്ല, തുടർന്ന് 7 പേരെയും വറചട്ടിയിലിട്ട് തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു കോരുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാം. പരിശുദ്ധ സഭ കാണുന്ന മർത്തശ്മുനി അമ്മ. ആ മർത്തശ്മുനിയെ അമ്മയെ വീണ്ടും അതുപോലെ നിഷ്ഠൂരമായി, പ്രിയപ്പെട്ടവരെ, അത് കൊന്നുകളയുകയാണ് ചെയ്തത്. അതാണ് വിശ്വാസത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അപ്രകാരമുള്ള ഒരു വിധത്തിലേക്കൊന്നും ആരും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ഇന്നും കത്തിജ്വലിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. കർത്താവിന് വേണ്ടി ജീവിതം പകർന്നു കൊടുക്കാൻ അതിനുവേണ്ടി ജീവിക്കുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ പരിചിതമല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി കാണുന്നതായ സഭയ്ക്കെതിരെയുള്ള നിഷ്ഠൂര പീഡനങ്ങൾക്ക് വിധേയരാകുന്നവരിൽ അധികം പേരും വിശ്വാസത്തെ വിട്ടുകളയാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അപ്രകാരം മരണപ്പെടുന്നത്. കാരണം അവരുടെ ജന്മത്തോട് ചേർത്ത്, അമ്മ കൊടുക്കുന്ന മുലപ്പാലോട് ചേർത്ത് ദൈവവിശ്വാസം അവർക്ക് പകർന്നിരുന്നു. ആ വിശ്വാസത്തിൽ ജീവിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്നു എന്ന് അവർ വിളിച്ചു പറയുന്നൊരു വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ ഈ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് മടങ്ങി വരുമ്പോൾ അത്രത്തോളം ഒന്നുള്ള പ്രശ്നസങ്കീർണമായുള്ള കാലഘട്ടത്തിലല്ല ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നസങ്കീർണമായ അവസ്ഥകൾ വരുന്നതിന് മുൻപ് തന്നെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കാം.
ഓർത്തുകൊള്ളുക, ഓരോ ദിവസവും 1-ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ 30-35 കുട്ടികൾ വന്ന് ചേരുമ്പോൾ 10-ാം ക്ലാസ് എഴുതാൻ വരുമ്പോഴേക്കും 6-7 കുട്ടികളായി അത് ചുരുങ്ങിപ്പോകുന്നു. +1 +2 ആകുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങളെ കാണാതാകുന്നു. ഇവരെവിടെയാണ് പോകുന്നത്? അവിടെയാണ് മാതാപിതാക്കന്മാർ ദൈവികമായ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ വ്യതിചലിപ്പിച്ച് ലോകപരമായ നേട്ടത്തിൻ്റെ പിന്നാലെ പരക്കം പായുവാൻ പഠിപ്പിക്കുകയാണ്. നല്ലത് തന്നെ, കുറ്റമെന്നല്ല പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വേലയിൽ നിന്ന്, ദൈവ ശുശ്രൂഷയിൽ നിന്ന് അവരറിയേണ്ട, അവർ പഠിക്കേണ്ട ദൈവ സ്നേഹത്തിൽ നിന്ന് അവരെ പിന്നോക്കം വലിക്കുവാൻ ഇടയാകരുത്. മടങ്ങി വരട്ടെ. തിമോത്തിയോസിനോട് പൗലോസ്ലീഹ രേഖപ്പെടുത്തി, നിൻ്റെ വല്യമ്മ, നിൻ്റെ അമ്മ നിനക്ക് പകർന്നു തന്ന വിശ്വാസം ഇന്നും നിന്നിൽ ഉണ്ട്. എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപാവരങ്ങളെ നീ ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിനോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്, കൃപകൾ തന്നിട്ടുണ്ട്, ദൈവിക അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹ കുടുംബം തന്നിട്ടുണ്ട്, അനുഗ്രഹിത സന്താനങ്ങളെ തന്നിട്ടുണ്ട്, അനുഗ്രഹിതമായിട്ടുള്ള മാതാപിതാക്കളെ തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം തന്നിട്ട് പോലും അത് എൻ്റെ ഉടയതമ്പുരാനാണ് തന്നതെന്നോ നമുക്ക് പലരും ചിന്തിച്ചിട്ടില്ല. അതെൻ്റെ ഭാഗ്യം, എൻ്റെ അധ്വാനം, എൻ്റെ കൊച്ചിൻ്റെ കൃപ, എൻ്റെ കുഞ്ഞിൻ്റെ പഠനം, അവൻ്റെ അധ്വാനമെന്ന് ആ കുഞ്ഞിനെ വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ ഓർക്കുക, അവൻ മാറി മാറിപ്പോകുന്നത് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ നിന്നായിരുന്നു. ദൈവമാണിതെനിക്ക് ചെയ്തു തന്നതെന്ന് അവൻ അറിയാതെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ പറയാതെ ഓരോ നന്മയുണ്ടാകുമ്പോഴും എൻ്റെ കുഞ്ഞേ അത് നിനക്ക് കർത്താവ് തന്നതാണ് കേട്ടോ എന്ന് പറയാൻ, ഓരോ വിജയമുണ്ടാകുമ്പോൾ ഇത് കർത്താവ് തന്നതാണ് കേട്ടോ എന്ന് പറയാൻ, ഓരോ സൗഖ്യമുണ്ടാകുമ്പോൾ അത് കർത്താവ് തന്നതാണ് കേട്ടോ എന്ന് പറയാൻ, ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കപ്പെടുമ്പോൾ നിനക്ക് കർത്താവ് തന്നതാണ് കേട്ടോ എന്ന് പറയാൻ ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനോട് ചേർത്ത് അവരുടെ ചിന്തകളെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ അവൻ സ്വന്തമായി തീരുമാനമെടുക്കേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ പോലും അവനും കർത്താവിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങും, അവളും കർത്താവിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങും. എന്നാൽ ആ കർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പോകുന്ന അതേ യാത്രയിൽ അവനെ എതിരിടാൻ ദുഷ്ടശക്തികളുടെ പ്രവർത്തനം കടന്നു വന്നാൽ അതിനെ മറികടക്കുവാൻ അവൻ്റെ ഉള്ളത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ വചനവും കർത്താവിനെക്കുറിച്ചുള്ള വിശ്വാസവും അവന് സഹായകരമാകും. പിശാചിൻ്റെ പ്രവർത്തകർ, ദുഷ്ടൻ്റെ പ്രവർത്തകർ അവരെ തെറ്റിക്കുവാനായിട്ട് തക്കം പാർത്ത് നടക്കുമ്പോൾ അവന് തിരിച്ചറിയും, എന്നെ പാപത്തിലേക്ക് വീഴിക്കാൻ, എന്നെ തെറ്റിലേക്ക് വീഴിക്കാൻ പിശാചിൻ്റെ ശ്രമമാണെന്ന് ചിന്തിച്ച് അവൻ മടങ്ങി വരും. പ്രിയമുള്ളവരെ, പക്ഷേ അതവന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവിനെ പകർന്നു കൊടുക്കണം. അല്ലല്ല, ദൈവവിശ്വാസത്തെ ചേർത്ത് അത് ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഓരോ കുഞ്ഞിലും മാമോദീസായിലൂടെ ലഭിക്കപ്പെട്ട ദൈവിക കൃപാദാനം അതവരിൽ നിന്ന് മുരടിച്ചു പോകാതെ, അവരിൽ കെട്ടുപോകാതെ, അത് അണഞ്ഞു പോകാതെ വണ്ണം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് എല്ലാ ഭവനങ്ങളിലും സന്ധ്യയിലുള്ള പ്രാർത്ഥനയിലൂടെ അത് കണ്ട് ശീലിക്കണം. കുഞ്ഞു പഠിക്കാൻ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും വേണ്ടില്ല, അല്ലല്ല വിളിച്ചു ചേർത്തൊരു പായിലിരുത്തിയിട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കുഞ്ഞു കണ്ട് ശീലിക്കുന്നെങ്കിൽ അത് അവരിൽ ഒത്തിരി സ്വാധീനം ചെലുത്തും. പ്രിയമുള്ളവരെ, അമ്മ പ്രാർത്ഥിക്കുന്നെങ്കിൽ വലിയ സ്വാധീനമാണ്, അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടെ സ്വാധീനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞാൻ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബം ഒന്നായി തന്നെ മാതാപിതാക്കൾ ചേർന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് പറ്റുന്ന സമയം മുഴുവനും ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുവാനും പ്രാർത്ഥന കഴിക്കുവാനും ആരാധനയിൽ ഒരു മുടക്കം കൂടാതെ സംബന്ധിക്കുവാനും മാത്രമല്ല ദൈവവചന കേൾവിക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു, എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ കർത്താവാണെന്ന് ആ കുഞ്ഞു ഹൃദയത്തിൽ ചേർത്ത് വിശ്വസിക്കുവാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഈ യൂനിക്കയിലൂടെ അല്ലെങ്കിൽ ലോവേസിലൂടെ തിമോത്തിയോസിന് ലഭിച്ചതായ ആ വിശ്വാസത്തിൻ്റെ ആഴം തൻ്റെ ഗുരുനാഥനെ സംതൃപ്തിപ്പെടുത്തിയതുപോലെ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും അതിൽ നമ്മുടെ കർത്താവായ യേശുവിന് വലിയ സന്തോഷവും വലിയ ആനന്ദവും കൊണ്ടുവരും. പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിന് മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനും സ്നേഹനിധിയുമായ കർത്താവേ, ഈ വലിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതായ വചനം വഴി വിശ്വാസത്തെ ഞങ്ങളിലേക്ക് ചേർത്തുറപ്പിക്കുവാനും ദൈവമേ, ദാനമായി നൽകിയ മക്കൾക്ക് ആ വിശ്വാസത്തിൻ്റെ വഴിയെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടതായ ആത്മീയമായ ബോധ്യവും നൽവരങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കുറവ് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ളതായ കുറവ് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ഈ തലമുറയെ അനുഗ്രഹിക്കണമേ. ഈ തലമുറ നിന്നെ അറിഞ്ഞ് നിന്നിൽ ജീവിക്കാൻ തക്കവണ്ണം കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം, വാഴ്ത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം, തുടർന്ന് എൻ്റെ വചനത്തിന് കീഴിലിരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അൻപുള്ള യേശുവിൻ്റെ നാമത്തിലൂടെ ഞങ്ങൾ ചോദിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, ഉത്തരമരുളുമാറാകണമേ. ആമീൻ.